തമിഴ്നാട്ടിലൊരു ജേർണലിസ്റ്റ് അവിടെയുള്ള ജയിലിലെ തടവുകാരെ ഇൻ്റർവ്യൂ ചെയ്യായിരുന്നു. പലരെയും ഇൻ്റർവ്യൂ ചെയ്ത ആൾ മാരിയപ്പൻ എന്ന പേരുള്ള വധശിക്ഷ കാത്ത് കഴിയുന്ന ഒരു തടവുകാരൻ്റെ അടുത്തെത്തി. മാരിയപ്പൻ ഒരു കോളേജ് പ്രൊഫസറായിരുന്നു. തൻ്റെ ഭാര്യയെ കൊന്നു എന്നതാണ് മാരിയപ്പൻ ചെയ്ത കുറ്റം. ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ജേർണലിസ്റ്റ് പോകാൻ നേരം മാരിയപ്പൻ ആ ജേർണലിസ്റ്റിനോട് അങ്ങോട്ടൊരു കാര്യം ചോദിച്ചു. നിങ്ങൾ ഇത്രയും പേരെ കണ്ട് സംസാരിച്ചതല്ലേ, ഇവിടെയുള്ള കുറ്റവാളികളെ കുറ്റം ചെയ്യാൻ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നിയത്? അപ്പോൾ ജേർണലിസ്റ്റ് പറഞ്ഞു, പല ഘടകങ്ങളുണ്ട്. പ്രധാനമായും മദ്യവും മയക്കുമരുന്നും പണത്തോടുള്ള ആർത്തി, പിന്നെ ദാരിദ്ര്യം, അങ്ങനെ പലതുണ്ട്. മാരിയപ്പൻ ഒരു പുഞ്ചിരിയോടെ അതൊന്നുമല്ല എന്നർത്ഥത്തിൽ തലയാട്ടി. ജേർണലിസ്റ്റ് ചോദിച്ചു, പിന്നെന്താണ്? മാരിയപ്പൻ പറഞ്ഞു, മനുഷ്യരക്രമം കാണിക്കാനുള്ള ഏറ്റവും വലിയ കാരണം ദേഷ്യം എന്ന വികാരമാണ്. ഒരു നിമിഷത്തെ ദേഷ്യം നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ഞാനടക്കമുള്ള പലരും ഇവിടെ എത്തില്ലായിരുന്നു. പല സാധു ജീവനുകളും ഇന്നും ഈ ഭൂമുഖത്തുണ്ടാവുമായിരുന്നു. ജേർണലിസ്റ്റ് അപ്പം മാത്രമാണ് അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചത്. പിന്നീട് അയാൾ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളിലുണ്ടായിട്ടുള്ള കുറ്റകൃത്യ വാർത്തകളിലൂടെ ഒരു ഗവേഷണം നടത്തി. മാരിയപ്പൻ പറഞ്ഞത് എത്ര ഭീകരമായ ഒരു സത്യമാണ് എന്ന് ഒരു നീണ്ട ലേഖന പരമ്പരയിലൂടെ ജേർണലിസ്റ്റ് വിശദീകരിച്ചു. ദിവസേനയുള്ള പത്രവാർത്തകളിലൂടെ കണ്ണോടിക്കുമ്പോൾ മാരിയപ്പൻ പറഞ്ഞത് എത്ര സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. ദേഷ്യം, ഈ ഒരു വികാരം നിയന്ത്രിക്കാൻ സാധിക്കാത്തതുകൊണ്ട് മാത്രം എത്ര ബന്ധങ്ങളാണ് തകരുന്നത്, എത്ര ജീവിതങ്ങളാണ് ഇല്ലാതാവുന്നത്, എത്ര കുഞ്ഞുങ്ങളാണ് അനാഥരാകുന്നത്. ദേഷ്യം എന്ന വികാരത്തെ നിയന്ത്രിക്കാൻ ശീലിക്കുക. ജീവിതത്തിൽ പോസിറ്റീവായ മാറ്റങ്ങളുണ്ടാവും. 1400 വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചകൻ മുഹമ്മദ് നബി അനുയായികൾക്ക് കൊടുത്ത ഒരു ഉപദേശം ഓർത്തുപോവുകയാണ്. എതിരാളികളെ കീഴ്പ്പെടുത്തുന്നവനല്ല യഥാർത്ഥ ശക്തൻ, ദേഷ്യം വരുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥ ശക്തൻ.